PSC ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC നടത്തിയ പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം താഴെ തന്നിട്ടുള്ളവയെ കാലഗണനയനുസരിച്ച് ക്രമപ്പെടുത്തുക. താഴെ തന്നിട്ടുള്ളവയെ കാലഗണനയനുസരിച്ച് ക്രമപ്പെടുത്തുക. 1931-32 വർഷങ്ങളിലായിട്ടാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. പാലിയം സത്യാഗ്രഹം നടന്നത് 1947-ലാണ്. ചാന്നാർ കലാപം നടന്നത് 1859-ലും കുട്ടംകുളം സമരം നടന്നത് 1946-ലുമാണ്. 1946. അപ്പോൾ ഇതിലേതാണ് ആദ്യം നടന്ന സംഭവം? ചാന്നാർ കലാപമാണ് ആദ്യം നടന്നത്. പിന്നീട് ഗുരുവായൂർ സത്യാഗ്രഹം, പിന്നീട് കുട്ടംകുളം സമരം, അവസാനമായി നടന്ന സംഭവം പാലിയം സത്യാഗ്രഹം. അപ്പോൾ ഇത് കാലഗണന അനുസരിച്ച് എഴുതുമ്പോൾ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ 3, 1, 4, 2 എന്നീ കാലഗണന അനുസരിച്ചാണ് നടന്നത്. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. മൂന്നാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കുക. ഒരു ഭാഗത്ത് 1857-ലെ കലാപസ്ഥലവും തന്നിരിക്കുന്നു, മറുഭാഗത്ത് നയിച്ച നേതാക്കന്മാരെയും തന്നിട്ടുണ്ട്. ബറേലിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ഖാൻ ബഹദൂർ ആണ്. ഖാൻ ബഹദൂർ. ബറോട്ട് പർഗാനയിൽ ഷാമാലാണ് നേതൃത്വം നൽകിയത്. ബറോട്ട് പർഗാനയിൽ ഷാമാൽ. ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ള. ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ളയാണ്. ബീഹാറിൽ കൻവർ സിംഗും നേതൃത്വം നൽകി. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. ബറേലിയിൽ നയിച്ചത് ഖാൻ ബഹദൂർ, ബറോട്ട് പർഗാനയിൽ ഷാമാൽ, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള, ബീഹാറിൽ കൻവർ സിംഗ്. നാലാമത്തെ ചോദ്യം മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനമാണ് ബൽഗാം സമ്മേളനം. 1924-ലെ ബൽഗാം സമ്മേളനമാണ് മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഏക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം. അഞ്ചാമത്തെ ചോദ്യം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഈ മുദ്രാവാക്യം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഈ മുദ്രാവാക്യം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ആറാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയ നഗരം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയ നഗരമാണ് കോഴിക്കോട്. കോഴിക്കോട്. ഏഴാമത്തെ ചോദ്യം ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക. ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ 1ഉം 4ഉം. അതായത് സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുന്നതിനും പ്രയോജനപ്പെടുത്തുന്നു. വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുന്നതിനുമാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ എ 1ഉം 4ഉം. എട്ടാമത്തെ ചോദ്യം ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ ശരിയായ ജോഡി ഏതാണ്? ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ മാനസ് സുബൻസിരി. മാനസും സുബൻസിരിയുമാണ് ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ ഉൾപ്പെടുന്നത്. ഒമ്പതാമത്തെ ചോദ്യം ഭവാനി പുഴയിൽ എത്തിച്ചേരുന്ന കൊടുങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന പ്രദേശം ഏതാണ്? ഭവാനി പുഴയിൽ എത്തിച്ചേരുന്ന കൊടുങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന പ്രദേശമാണ് അട്ടപ്പാടി. അട്ടപ്പാടി. ഉത്തരം ഓപ്ഷൻ സി അട്ടപ്പാടി. പത്താമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 11ാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലമാണ് ഭൂപൻ ഹസാരിക സേതു.
ഭൂപൻ ഹസാരിക പാലം. 12ാമത്തെ ചോദ്യം. ചുഴലിക്കാറ്റുകളും പേര് നൽകിയ രാജ്യങ്ങളും ശരിയായ ജോഡി കണ്ടെത്തുക. രശ്മി, മാല എന്നീ പേരുകൾ നൽകിയത് ശ്രീലങ്കയാണ്. ചുഴലിക്കാറ്റുകൾക്ക് രശ്മി, മാല എന്നീ പേരുകൾ നൽകിയ രാജ്യമാണ് ശ്രീലങ്ക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി. 13ാമത്തെ ചോദ്യം. 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ സവിശേഷതകളാണ് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും ആഗോളവൽക്കരണവും 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ സവിശേഷതകളാണ്. ദേശസാൽക്കരണം തെറ്റാണ്. അപ്പോൾ ശരി ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി 1ഉം 2ഉം. ഓപ്ഷൻ സി 1ഉം 2ഉം. 14ാമത്തെ ചോദ്യം. നബാർഡ് സ്ഥാപിതമായ വർഷം എന്നാണ്? നബാർഡ് എന്നാണ് സ്ഥാപിതമായത്? 1982. 1982 നബാർഡ് സ്ഥാപിതമായത്. 15ാമത്തെ ചോദ്യം. ഹരിത വിപ്ലവത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഹരിത വിപ്ലവത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചത്. അപ്പോൾ ഉത്തരം വരുന്നത് കർഷകരുടെ കുടിയേറ്റം. ഓപ്ഷൻ ഡി, കർഷകരുടെ കുടിയേറ്റം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങളുടെ ഉപയോഗം, യന്ത്രവൽക്കരണം ഇവയെല്ലാം ഹരിത വിപ്ലവത്തിൻ്റെ സവിശേഷതകളാണ്. 16ാമത്തെ ചോദ്യം. കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതൽ ഉള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ സംസ്ഥാനമാണ് ഒറീസ. ഓപ്ഷൻ എ, ഒറീസ. 17ാമത്തെ ചോദ്യം. 1991 പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു? 1991 പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യയിലെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. ഉത്തരം ഓപ്ഷൻ സി, ഡോക്ടർ മൻമോഹൻ സിംഗ്. 18ാമത്തെ ചോദ്യം. ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി ആരാണ്? ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, പങ്കജ് ചൗധരി. പങ്കജ് ചൗധരിയാണ് ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി. 19ാമത്തെ ചോദ്യം. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേരെന്താണ്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേരാണ് നിഫ്റ്റി. ഉത്തരം ഓപ്ഷൻ സി, നിഫ്റ്റി. 20ാമത്തെ ചോദ്യം. താഴെ പറയുന്ന അവകാശങ്ങളിൽ കോടതി മുഖേന പൗരന് സ്ഥാപിച്ചു കിട്ടുന്ന അവകാശം ഏതാണ്? താഴെ പറയുന്ന അവകാശങ്ങളിൽ കോടതി മുഖേന പൗരന് സ്ഥാപിച്ചു കിട്ടുന്ന അവകാശമാണ് സമാധാനപരമായി യോഗം ചേരാനുള്ള അവകാശം. സമാധാനപരമായി യോഗം ചേരാനുള്ള അവകാശം. 21ാമത്തെ ചോദ്യം. നിയമനിർമ്മാണത്തിനുള്ള അധികാരം പാർലമെന്റിനാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? നിയമനിർമ്മാണത്തിനുള്ള അധികാരം പാർലമെന്റിനാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? ശരി ഉത്തരം ഓപ്ഷൻ എ 1ഉം 3ഉം മാത്രം. അതായത് നിയമനിർമ്മാണത്തിൽ രാജ്യസഭയ്ക്കും ലോകസഭയ്ക്കും തുല്യ അധികാരമാണുള്ളത്. നിയമനിർമ്മാണത്തിൽ രാജ്യസഭയ്ക്കും ലോകസഭയ്ക്കും തുല്യ അധികാരമാണുള്ളത്. ഇത് ശരിയായ പ്രസ്താവനയാണ്. നിയമനിർമ്മാണത്തിൽ രാഷ്ട്രപതിക്ക് പരിമിതമായ വീറ്റോ അധികാരമുണ്ട്. ഇതും ശരിയായ പ്രസ്താവനയാണ്. അതായത് നിയമനിർമ്മാണത്തിൽ രാഷ്ട്രപതിക്ക് പരിമിതമായ വീറ്റോ അധികാരമുണ്ട്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ എ 1ഉം 3ഉം മാത്രം. 22ാമത്തെ ചോദ്യം. താഴെ പറയുന്ന സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല സമ്പ്രദായം നിലനിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? താഴെ പറയുന്ന സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല സമ്പ്രദായം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കർണാടക. കർണാടകയിൽ ദ്വിമണ്ഡല സമ്പ്രദായമാണ് നിലനിൽക്കുന്നത്. 23ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിലെ നിയമവാഴ്ച എന്ന ആശയം ഏത് വിദേശ ഭരണഘടനയുടെ സ്വാധീനത്താൽ ഉൾപ്പെടുത്തിയതാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ നിയമവാഴ്ച എന്ന ആശയം ഏത് വിദേശ ഭരണഘടനയുടെ സ്വാധീനത്താൽ ഉൾപ്പെടുത്തിയതാണ്?
ബ്രിട്ടൻ. ഉത്തരം വരുന്നത് ബ്രിട്ടൻ. ഓപ്ഷൻ സി ബ്രിട്ടൻ്റെ സ്വാധീനത്താൽ ഉൾപ്പെടുത്തിയതാണ്. 24-ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 25-ാമത്തെ ചോദ്യം ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് പകരമായി വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം ഏതാണ്? ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് പകരമായി നിലവിൽ വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമമാണ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. 26-ാമത്തെ ചോദ്യം നാറ്റോ സൈനിക സഖ്യത്തിൻ്റെ സെക്രട്ടറി ജനറൽ ആരാണ്? നാറ്റോ സൈനിക സഖ്യത്തിൻ്റെ സെക്രട്ടറി ജനറൽ ആണ് ജെൻസ് സ്റ്റോൾട്ടൻബർഗ്. മാർക്ക് റൂട്ടെയാണ് നിലവിലെ നാറ്റോ സൈനിക സഖ്യത്തിൻ്റെ സെക്രട്ടറി ജനറൽ. മാർക്ക് റൂട്ടെയാണ് നിലവിലെ നാറ്റോ സൈനിക സഖ്യത്തിൻ്റെ സെക്രട്ടറി ജനറൽ. 27-ാമത്തെ ചോദ്യം താഴെ പറയുന്ന 2 പ്രസ്താവനകൾ പരിഗണിക്കുക. 1. കേരള ഭൂപരിഷ്കരണ നിയമം പാസാക്കിയപ്പോൾ മുഖ്യമന്ത്രി ശ്രീ പട്ടം താണുപിള്ളയായിരുന്നു. ഇത് തെറ്റായ പ്രസ്താവനയാണ്. 2. 1963-ലെ കേരള ഭൂപരിഷ്കരണ നിയമത്തിൽ ഭൂ ഉടമസ്ഥയിൽ പരിധി നിശ്ചയിക്കൽ, മിച്ചഭൂമികൾ നൽകൽ, കുടിയാൻ ആധാരം നിർത്തലാക്കൽ, കൃഷി ചെയ്യുന്ന കുടിയാന്മാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകൽ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. ഇത് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ശരിയുത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി 1 തെറ്റ് 2 ശരി. ശരി ഉത്തരം ഓപ്ഷൻ ഡി 1 തെറ്റ് 2 ശരി. 28-ാമത്തെ ചോദ്യം കാലക്രമത്തിൽ എഴുതുക. MGNREGS നിലവിൽ വന്നത് 2006-ലാണ്. JRY 1989-ൽ. SGRY 2001-ൽ. IRDP നിലവിൽ വന്ന വർഷം 1976-ലാണ് തുടങ്ങിയത്. അപ്പോൾ കാലക്രമത്തിൽ എഴുതുമ്പോൾ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 29-ാമത്തെ ചോദ്യം 2008-ലെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. 2008-ലെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചത്. 1. നെൽവയൽ എന്നതിൽ ചിറകളും ചാലുകളും കുളങ്ങളും കൈത്തോടുകളും ഉൾപ്പെടുന്നു. നെൽവയൽ എന്നതിൽ ചിറകളും ചാലുകളും കുളങ്ങളും കൈത്തോടുകളും ഉൾപ്പെടുന്നുണ്ട്. ഇത് ശരിയായ പ്രസ്താവനയാണ്. 2. ജില്ലാതല അധികൃത സമിതി രൂപീകരിക്കുന്നത് ജില്ലാ കളക്ടറാണ്. ജില്ലാതല അധികൃത സമിതി രൂപീകരിക്കുന്നത് ജില്ലാ കളക്ടറാണ്. ഇതും ശരിയായ പ്രസ്താവനയാണ്. 3. പ്രാദേശിക നിരീക്ഷണ സമിതിയുടെ കാലാവധി രൂപീകരണ തീയതി മുതൽ 5 വർഷമായിരിക്കും. ഇത് തെറ്റായ പ്രസ്താവനയാണ്. 4. പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ കൺവീനർ വില്ലേജ് ഓഫീസറാണ്. ഇതും തെറ്റായ പ്രസ്താവനയാണ്. നമ്മളോട് തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചത്. അപ്പോൾ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ 3ഉം 4ഉം തെറ്റാണ്. 30-ാമത്തെ ചോദ്യം ഭരണഘടനാ അനുച്ഛേദവും അനുബന്ധ കമ്മീഷനും കണ്ടെത്തുക. അനുച്ഛേദം 315 സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ. അനുച്ഛേദം 243K സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അനുച്ഛേദം 243I സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. അനുച്ഛേദം 338 ദേശീയ പട്ടികജാതി കമ്മീഷൻ. അപ്പോൾ അനുച്ഛേദം 315 സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ. അനുച്ഛേദം 343K സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അനുച്ഛേദം 243I സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. അനുച്ഛേദം 338 ദേശീയ പട്ടികജാതി കമ്മീഷൻ. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ഡി 4, 3, 2, 1. ഓപ്ഷൻ ഡി ശരിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.